പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യത്തിലെ 2-ാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിലെ ലവോദിക്ക എന്നുള്ള സബ്ജക്റ്റ് നമ്മൾ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ എന്തോ പറ്റും, നമ്മൾ തെറ്റിപ്പോവും. നമ്മുടെ അവസ്ഥയെക്കുറിച്ചായി പറയുന്നത്. സഭ, ഞാൻ അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചോട്ടെ. വെളിപ്പാടിൻ്റെ ലവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭം. അപ്പോൾ ദൈവസൃഷ്ടിയുടെ ആരംഭമായവൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കാണിക്കുക. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന ദുരുപദേശകന്മാരെ ഈ വാക്യം നിങ്ങൾ മനസ്സിലാക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ വചനം ദൈവമായിരുന്നു, സൃഷ്ടിച്ചതൊന്നും അവരെ കൂടാതെ ഉളവായില്ല. അങ്ങനെ വാക്യം തെറ്റിക്കാൻ പാടില്ല. നമുക്ക് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. ഞാനതൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണേ. ഞാനത് ശ്രദ്ധയോടെ ഒന്ന് വായിച്ചു പഠിക്കാം. സൃഷ്ടിയുടെ ആരംഭമായവനെന്ന് ഇവിടെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് എന്താ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നെന്ന്. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ അവൻ്റെ തേജസ്സായി തന്നെ കണ്ടു. യോഹന്നാൻ്റെ 1-ാം ലേഖനം ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. ഞങ്ങൾ കണ്ടു. യേശുദാസിൻ്റെ ഒരു ടോക്ക് ഞാൻ കേൾക്കാനിടയായി. ഇങ്ങനെയുള്ള വലിയ വലിയ സെലിബ്രിറ്റികൾ പറയുന്നതൊക്കെ ഞാനൊന്ന് ശ്രദ്ധിക്കും. ഇവരെന്തൊക്കെ പോഴത്തരമാണ് പറയുന്നതെന്നറിയാൻ. പക്ഷെ അത് തിരുത്താനാണ് ഞാൻ അത് കേൾക്കുന്നത്. അല്ലാതെ അവരുടെ വാക്ക് കേട്ടിട്ട് നമുക്കൊരു ഗുണവും വരാനില്ല. ഇവരെന്തൊക്കെ അബദ്ധങ്ങളാണ് എഴുന്നള്ളിക്കുന്നതെന്ന് കേൾക്കാൻ. ദൈവത്തെക്കുറിച്ചൊരു കൺസെപ്റ്റ് പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ദൈവമുണ്ട് ഈ ഭൂമി, സർവശക്തനായ ദൈവമാണവൻ. അവനാണ് എനിക്ക് പാടാൻ കഴിവ് തന്നത്, അവനാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഉള്ള ചിന്തയാണ്. അതെല്ലാ ദൈവങ്ങളും ഒന്നാ. എല്ലാ വഴികളും ഒരു വഴി, സകല വഴിയും റോമിലേക്ക് ഒഴുകി ചെല്ലുന്ന പോലെ ഇതെല്ലാ വഴികളും കൂടി ഒഴുകി സ്വർഗ്ഗത്തിൽ ചെല്ലുമെന്നൊക്കെ പുള്ളിയുടെ നിഗമനം. ഭൗതികമായി അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ് പുള്ളി പ്രസന്റ് ചെയ്യുന്നത്. പാടാൻ കഴിവ് തരുന്നു. ഇപ്പം മക്കൾക്കോ കുടുംബജീവിതം ചീഞ്ഞു നാറി കിടക്കുകയാണല്ലോ. കല്യാണം കഴിച്ചോ വേറെ പെണ്ണിൻ്റെ പുറകെ പോയല്ലോ. അത് ദൈവം കൊടുത്തതാണോ അത്? അപ്പം ഇതൊക്കെ വെറും പൊട്ടത്തരങ്ങളും പോഷത്വരായി പറയുന്നത്. ദൈവാനുഗ്രഹം എന്താണെന്ന് യേശുദാസിന് മനസ്സിലായിട്ടില്ല, പൊളിറ്റിക്കൽ ലീഡേഴ്സിന് പെന്തക്കോസ് പാസ്റ്റർമാർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ ദാസിന് മനസ്സിലാകും. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിനെ അനുഗ്രഹിച്ചെന്നുള്ള പൗലൂസിൻ്റെ ടീച്ചിങ് ആരാ പഠിക്കുന്നത്? ഈ ദാസ് പറഞ്ഞ ഒരു കാര്യം പറയാനാ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവത്തെക്കുറിച്ച് ആരും ഒന്നും കറക്റ്റായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല. യേശുദാസ് ഒരു ക്രിസ്ത്യാനിയാണെന്ന് സ്വയം താൻ അതിൽ പറയുന്നുണ്ട്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവനാണ്. ദാസേന്ദ്രനൊക്കെ ക്രിസ്തുവായിട്ട് യാതൊരു ബന്ധവുമില്ല, വചനമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ ക്രിസ്ത്യാനിയാണെന്ന് പാരമ്പര്യം, ട്രഡീഷൻ, പൊള്ള ക്രിസ്ത്യാനിയായിട്ട് നീ ജനിച്ചു. ക്രിസ്തുവായിട്ട് യാതൊരു പുലബന്ധം പോലും ദാസനില്ല, ദാസൻ്റെ അപ്പനുമില്ല, അപ്പൻ്റെ അപ്പനുമില്ല, ആർക്കുമില്ല. ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവിൻ്റെ ഉപദേശം എന്താണെന്നും ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാർ പറയുന്നുണ്ട്. അതല്ലേ നമ്മൾ കേട്ടത്. ഞങ്ങൾ കണ്ടു, കേട്ടു, തൊട്ടു, നോക്കി. ദൈവത്തെക്കുറിച്ച് ആരും കണ്ടിട്ടില്ല, പറഞ്ഞില്ലെന്ന് യേശുദാസ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? വേദോസ്തവം വായിക്കാത്ത യേശുദാസ്, പാട്ടിനെ ദൈവമായിട്ട് കാണുന്ന യേശുദാസ്. അല്ലല്ല, നമ്മുടെ സബ്ജക്റ്റ് അല്ല. ദൈവമക്കൾ ക്ഷമിക്കണം ഇത് പറയുന്നതിൽ. അദ്ദേഹം ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത് ശുദ്ധமான പോഷ്കാണ്.
അദ്ദേഹത്തിന് ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ക്രിസ്തുവിനെ കണ്ടവരും ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവരും ദൈവത്തിൽ നിന്ന് അരുളപ്പാട് പ്രാപിച്ചവരുമായ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർ പറയുന്നത് വിശ്വസിച്ചാൽ നമുക്ക് ക്രിസ്തുവിനെ കാണാൻ പറ്റും. വചനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഉപദേശം നമുക്കറിയാൻ പറ്റും. അങ്ങനെ പഠിച്ച് ദൈവരാജ്യത്തിൻ്റെ അംശികളാകാൻ നമുക്ക് കഴിയും. അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അതിനെന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞാൽ, ചാനലിൻ്റെ മുമ്പിൽ ഇരുന്ന് കുറേ ആൾക്കാർ വളിപ്പത്തരം കേൾക്കാനിരിക്കുമ്പോൾ വായു വരുന്നതും ഹൃദയത്തിൽ തോന്നുന്നതും വായു വരുന്നതും ഒക്കെ വിളിച്ചു പറഞ്ഞ് വലിയ ആള് ചമയാനല്ലാതെ ഇവർക്കൊക്കെ എന്തിനു കൊള്ളാം? ഇവരെ കൊണ്ട് അവരെ ഓർത്ത് സഹതപിക്കുക നമ്മൾ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ ലവോദിക്ക എന്നുള്ള സബ്ജക്റ്റ് എല്ലാ പെന്തക്കോസ്തുകാരും വായിച്ച് പഠിക്കണം. 7 സഭകളെക്കുറിച്ച് പഠിക്കുന്നത് അവിടെ നിർത്തിയിട്ട്, പുസ്തകം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കേണ്ടെന്ന് പറയുകയല്ല, നിങ്ങൾ ഈ ഭാഗം ഒന്ന് വായിച്ച് പഠിക്കേ. എൻ്റെ നിങ്ങളുടെ ചിത്രമാണ് പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനോട് എഴുതി വച്ചിരിക്കുന്നത്. സൃഷ്ടിയുടെ ആരംഭമായവൻ കർത്താവ്, ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അപ്പൊ ലവോദിക്ക കാലഘട്ടത്തിലെ ക്രൈസ്തവരെ കുറിച്ച്, ദൈവമക്കളെ കുറിച്ച്, പെന്തക്കോ സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനിലൂടെ എഴുതി വച്ചിരിക്കുന്നത്, ഇത് കർത്താവ് കണ്ട വെളിപ്പാട് യോഹന്നാന് കാണിച്ചു കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഓദർ കർത്താവ് യേശുക്രിസ്തുവാണ്. കർത്താവ് ഈ കണ്ട വെളിപ്പാട് യോഹന്നാനെ പ്രദർശിപ്പിച്ചു, യോഹന്നാനെ കാണിച്ചു കൊടുത്തു, എഴുതാൻ പറഞ്ഞു, അങ്ങനെ എഴുതി വെച്ചു. അതാണ് വെളിപ്പാട് പുസ്തകം. അപ്പോ നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, പിന്നെ ശീതോഷ്ണവാൻ. നീ ആത്മീകനല്ല, എന്നാൽ നീ ആത്മീകനല്ലാത്തവനും അല്ല. ഈ രണ്ടും കെട്ട പരുവൻ. ഒരു വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചാൽ, വെള്ളം അടുപ്പ് കത്തിച്ചിട്ട്, നിങ്ങളെ പോയില്ല അടുപ്പ് കത്തിക്കുന്നില്ല, ചില സമയം എനിക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് അങ്ങ് പോവും, ഈ തീ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങ് കത്തത്തില്ല, ഇടയ്ക്ക് വെച്ചങ്ങ് അണഞ്ഞു പോകും. വെള്ളം ഒരു ചെറിയ പരുവത്തിൽ ചൂടായി അങ്ങ് നിൽക്കും. ആ വെള്ളത്തിന് വാട്ടവെള്ളപ്പരുപ്പം, ലൂപ്പോം വാട്ടർ എന്നാണ് സ്വത്രം അതിൽ ഇംഗ്ലീഷിൽ പറയുന്നത്. ആ വെള്ളം കുടിച്ചാൽ വയറിളക്കാമെന്നൊക്കെ സാധാരണക്കാർ പറയാറുണ്ട്. അപ്പോൾ വാട്ടവെള്ള പരുവമായി കിടക്കുകയാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാരെ. ഉഷ്ണവാനല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാൻ, രണ്ടും കെട്ട പരുവം. എഫ്രൈമിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഹോശേയ പ്രവചനത്തിൽ പറയുന്നത്, മറിച്ചിടാത്ത ദോശ, ഒരു ഭാഗം വെന്തു ഒരു ഭാഗം വെന്തില്ല. അതാണ് പെന്തക്കോസ്ത്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനധ്യാനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രത്യാശയില്ല, ഒരു സന്തോഷവും ഒരു സമാധാനവും ഇല്ല. അഗ്നിപർവ്വം പോയെന്നുപോലെ പോഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ഈ അവസ്ഥയിൽ കിടക്കുക. ഒരു മടങ്ങി വരവ് ഈ വചനം കേൾക്കുന്നതിലൂടെ നമുക്കുണ്ടാകണം. എങ്ങോട്ട് മടങ്ങി വരണം? ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് മടങ്ങി വരണം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് മടങ്ങി വരണം. പഞ്ചായത്തിൽ ജയിച്ച് പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണം പിടിക്കാത്ത പെന്തക്കോസ്തുകാരെല്ലാം ഇത് കേട്ടിട്ട് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്കും ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്കും മടങ്ങി വരണം. നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ നിങ്ങൾ ഭരിക്കാൻ പോയാൽ നിങ്ങൾ ദൈവകൃപയിൽ നിന്ന് ഔട്ട്. ഹല്ലേലൂയ. ഞാനിത് തറപ്പിച്ച് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണമുണ്ട്. ഈ ലോകത്തിൻ്റെ ഭരണ സാന്നിധ്യം ഇപ്പോൾ സാത്താൻ്റെ കയ്യിലാണ്. അത് കർത്താവ് ഒന്ന് എടുത്തു മാറ്റുന്നൊരു കാലമുണ്ട്. 1000 ആണ്ട് വാഴ്ച സമയം ഈ സാത്താനെ പിടിച്ച് ബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭരണം നടക്കില്ല. കർത്താവായിരിക്കും 1000 ആണ്ടും ഭരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അഴിച്ചുവിടും. പിന്നെ ഒരു വലിയ യുദ്ധമുണ്ട്. ഈ ഭൂമിയെല്ലാം ചുട്ടരിച്ച് പിന്നെ പുതിയ ആകാശം, പുതിയ ഭൂമിയിലേക്ക് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മരിച്ചു കഴിയുന്ന വിശ്വാസികളെയൊക്കെ മൊബൈൽ ഫോണിലൊക്കെ അവരുടെ വാർത്ത വരുമ്പോൾ പ്രൊമോട്ടഡ് ഹെവൻ, ബയൂല ദേശം, നിത്യതയിൽ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കതിനോടൊന്നും ഒട്ടും വിശ്വാസമില്ല. അപ്പോൾ ചോദിക്കും, ഭാഷ എന്താ കളിയാക്കി പറയുന്നത്? കളിയാക്കി പറയുന്നതല്ല. കാരണം സ്വർഗത്ത് പോകണമെങ്കിൽ, നിത്യതയ്ക്ക് പോകണമെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ പുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. അത് 3 കാര്യങ്ങൾ: ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, അവൻ്റെ ദിവ്യ സ്വഭാവത്തിൽ കൂട്ടാളികളായി തീരണം. അത് ഉപദേശം പഠിച്ച അവസ്ഥയിലേക്ക് വരണം. വന്നാലേ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റത്തുള്ളൂ. അതാരാ പഠിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യം. അതാരാ പഠിപ്പിക്കുന്നത്? ഒരു സങ്കീർത്തന ശീല് വായിച്ച് കുറേ ഡപ്പാങ്കുത്ത് പാട്ടും പാടി കുറേ ബഹളം വെച്ച് സ്തോത്രാഴ്ച മേടിച്ച് പോകുന്നിടങ്ങളിലൊക്കെ ഈ ക്രിസ്തുവിൻ്റെ പ്രമാണം ഇല്ലല്ലോ, പ്രസംഗിക്കപ്പെടുന്നില്ലല്ലോ.
പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് പ്രസംഗിച്ചതുപോലെയുള്ള പ്രസംഗങ്ങൾ എവിടെ? അപ്പോസ്തലന്മാർ സഭയെ നടത്തിയതുപോലെയുള്ള രീതികൾ എവിടെ? എടുക്കാം പ്രവൃത്തി പുസ്തകം 9-ാം അധ്യായം. അപ്പോസ്തലന്മാർ നടത്തിയ സഭയെക്കുറിച്ച് പ്രവൃത്തി പുസ്തകത്തിൽ പറയുന്നൊരു ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. പ്രവൃത്തി 9 അതിൻ്റെ 31 വാക്യമാണെന്ന് തോന്നുന്നു. സ്വപ്നം പ്രവൃത്തി 9-ന്റെ 31-ാം വാക്യം. അങ്ങനെ യഹൂദ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. സഭയ്ക്കല്ലേ സമാധാനം ഉണ്ടായി? അത് ആത്മീയവർദ്ധന പ്രാപിച്ചു കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ഇന്ന് ഇങ്ങനെയുള്ള സഭ എവിടെയുള്ള? ഉണ്ടെങ്കിൽ അങ്ങോട്ട് പൊക്കോ, കൂട്ടായ്മയ്ക്ക് കൂടിക്കോ, സ്വർഗത്ത് പൊക്കോ. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്ക. ഏത് മഹാനാണെങ്കിലും കൊള്ളാം, പാസ്റ്ററോ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ഏത് പണച്ചാക്കുകളോ ആരായാലും ഈ നിലവാരത്തിലേക്ക് നമ്മൾ വരണം. സഭയ്ക്ക് എന്തുണ്ടായി? സമാധാനം. കേസിനും കോടതിക്കും വഴക്കിനും പൊയ്ക്കൊണ്ടിരിക്കുന്ന സഭയ്ക്ക് എന്ത് സമാധാനം? 27 കേസ് കിടപ്പുണ്ട്, 17 കേസ് കൂടി ആഡ് ചെയ്യാനുണ്ടെന്ന് പ്രസ്ഥാനത്തിലെ ഏറ്റവും മഹാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ലജ്ജിച്ചു പോയി. ഈ പോഷത്തരം വിളിച്ച് പറയാതിരിക്കണ്ടേ? സോഷ്യൽ മീഡിയയിലൂടെ, പ്രസംഗത്തിലൂടെ എന്തിനാ ഈ ലോകരെ കേൾപ്പിക്കുന്നത്, പല്ലുകുത്തി മണപ്പിക്കുന്നത്? സഭയ്ക്ക് സമാധാനമുണ്ടായി. ഏത് സഭ? യഹൂദ, ഗലീല, ശമരിയ. അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കേട്ടുകൊണ്ടിരുന്ന യഹൂദ, ഗലീല, ശമരിയ സഭകളിൽ സഭയ്ക്ക് സമാധാനമുണ്ടായി. ഇന്നത്തെ സഭകൾക്കോ, കേരളത്തിലെ 14 ജില്ലകളിലെ സഭയ്ക്കും ഒരു സമാധാനവും ഇല്ല. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിലുള്ള സഭയ്ക്കും ഒരു സമാധാനവും ഇല്ല. ആഗോള വ്യാപകമായി ദൈവസഭ എന്ന് പറഞ്ഞ് പാട്ടും പാടി തുള്ളിച്ചാടി നടക്കുന്നവർക്ക് ഒരു സമാധാനവുമില്ല. സമാധാനം ഉണ്ടെങ്കിൽ ജനറൽ കൺവെൻഷൻ കഴിയുമ്പം അത് കണ്ടു തന്നെ. കാരണം കൂട്ടയടിയല്ലേ, അതിനുശേഷം കേസല്ലേ, പിന്നെന്ത് സമാധാനം? ഹല്ലേലൂയ. ഇനി അടുത്ത് യോഹന്നാന്റെ സുവിശേഷം 16-ന്റെ 4-5 കൂടി വായിച്ചേ. പ്രവൃത്തി 16-ന്റെ 4-5 പ്രവൃത്തി 9-ന്റെ 31 മനഃപ്പാഠമാക്കണം എല്ലാവരും. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ, അതായത് ഉപദേശത്തെ കുറിച്ചാണ് പറയുന്നത്, പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. സഭയെ ഏൽപ്പിച്ചു കൊടുത്തെന്ന്, വിശ്വാസികളെ ഏൽപ്പിച്ചു കൊടുത്തെന്ന്. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന വരികയും ചെയ്തു. ഇന്നിപ്പോൾ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നില്ല, എണ്ണത്തിൽ പെരുകുന്നുണ്ട്. സാധാരണ പഴമൊഴി പറയാറുണ്ട്, ആന പെറ്റ 1 കാണത്തുള്ളൂ, പട്ടി പെറ്റ 10 കാണുന്നു. ആനക്കുഞ്ഞിൻ്റെ വില എന്താ, പട്ടിയുടെ കുഞ്ഞിൻ്റെ വില എന്താ? ബാക്കി ഞാൻ പറയണ്ടല്ലോ. ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഈ ഏറ്റവും വലിയ പ്രസ്ഥാനത്തിൽ ശൂഷകനായിരുന്ന പാസ്റ്റർ CC ജോർജ് ഇറങ്ങിപ്പോരുമ്പോൾ അവർ പറഞ്ഞു, അപ്പച്ചാ പോകല്ലേ, നമുക്കിവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാം, ദുരുപദേശത്തിനും ദുരുപദേശന്മാർക്കെതിരെ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞു, മുങ്ങിക്കൊണ്ടിരിക്കുന്നൊരു കപ്പലിൽ, ആ കപ്പലിൽ ഉള്ളിൽ നിന്നുകൊണ്ട് കപ്പലിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല, വെളിയിൽ ചാടണം, വെളിയിൽ ചാടിയാലേ രക്ഷപ്പെടുത്താൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്നെ കർത്താവ് വിളിച്ചത് ആടുകളെ മേയ്ക്കാനാണ്, ഇവിടെ ആടുകളെ കാണുന്നില്ല, പന്നികളാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. അതുകൊണ്ട് ഈ ഉപദേശം എനിക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ഈ പഥ്യവചനം, പഥ്യോപദേശം നമുക്ക് കിട്ടാനിടയായി തീർന്നു. ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പഥ്യവചനം, പഥ്യോപദേശം, അപ്പോസ്തലന്മാരുടെ ഉപദേശം പുതിയ നിയമത്തിൻ്റെ പ്രോപ്പർ ചാനലാണ്, യഥാർത്ഥ വചനത്തിൻ്റെ ചാനലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ചാലാണ് നിങ്ങൾക്ക് വെട്ടിത്തരുന്നത്. ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് നിത്യത ചെല്ലാം. അപ്പം ഇന്ന് കാണുന്ന സഭകൾ ഏതവസ്ഥയിൽ കിടക്കുന്നു? നമ്മൾ കണ്ടത് ഏതവസ്ഥയിലാണ്? ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, പിന്നെ എങ്ങനെ? ശീതോഷ്ണവാൻ. അടുത്ത വാക്യം വായിച്ചാട്ട്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണുകളയും. നോക്കി, ഇത് ശ്രദ്ധിച്ച ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ പ്രബോധനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേ. ഫിലിപ്പിയർ 2 ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, അപ്പോൾ ക്രിസ്തുവിൻ്റെ പ്രബോധനം നമ്മൾ കേൾക്കട്ടെ. ഇത് ശ്രദ്ധിക്കേ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാൻ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെ അങ്ങ് ഇരുന്നോട്ടെന്നാണോ പറയുന്ന കർത്താവ്?
ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഉമിണ്ണുകളയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പല്ല് തേച്ചിട്ട് നമ്മൾ തുപ്പിക്കളയുന്ന പോലെ തുപ്പിക്കളയുമെന്ന്. നമ്മൾ പല്ല് തേച്ചിട്ട് വെളിപ്പറമ്പിൽ നിന്ന് പല്ല് തേച്ചിട്ട് തുപ്പിക്കളഞ്ഞ ആ ഭാഗത്ത് വല്ലതും നോക്കാറുണ്ടോ? പോയി പിന്നിപ്പോൾ ഞാനിവിടെ തുപ്പിയെന്ന് നോക്കാറുണ്ടോ? അത് പോയി, അത് മണ്ണിൽ വീണ് പോയി. ദൈവപുത്രൻ നമ്മളെ വായിൽ നിന്ന് തുപ്പിക്കളയും. ഏതവസ്ഥയിലായാൽ? ശീതോഷ്ണവാനാകിയ. ഒന്നുകിൽ നീ ശീതവാനായിരിക്കുക, അല്ലെങ്കിൽ ഉഷ്ണവാനായിരിക്കുക. ഒന്നുകിൽ നീ ആത്മീകനാക്, അല്ലെങ്കിൽ നീ അനാത്മീകനാക്. രണ്ടും കെട്ട പരുവത്തിൽ എഫ്രേമിനെ പോലെ മറിച്ചിടാത്ത ദോശയായിരുന്നാൽ ദൈവം നമ്മെ ഉമിണ്ണുകളയും. ഇത് പ്രസംഗിക്കാൻ ആളില്ല, ഇത് കേൾക്കാൻ ആളില്ല. ഇതിൻ്റെ വ്യൂസ് ഒക്കെ കേൾക്കുന്നത് 15, 20, 30, 40, 50 പേരൊക്കെയാണ്. കാരണം കണ്ടെയ്നർ കണക്കിന് ചപ്പും ചവറും പ്രസംഗിച്ച് കൊടുക്കുന്ന കേൾക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. കേട്ട് 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 നാശത്തിലേക്ക് പൊയ്ക്കോ, ഒരു കുഴപ്പമില്ല. നിത്യജീവൻ വേണോ? സ്വർഗരാജ്യം വേണോ? ദൈവരാജ്യം വേണോ? ദൈവപുത്രന്റെ ബുദ്ധി ഉപദേശം നിങ്ങൾ ശ്രദ്ധിക്കേ. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ദൈവസഭയും നവീകരണവും. അതിലെ 6-ാമത്തെ അധ്യായത്തിലാണ് ഈ വിഷയം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ലവോദിക്യ സഭയോടുള്ള ദൈവപുത്രന്റെ ബുദ്ധി ഉപദേശം. 1, സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിച്ച പൊന്ന് എന്നോട് വിലയ്ക്ക് വാങ്ങുക. 2, നഗ്നയുടെ ലജ്ജ വെളിവാകാതവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് എന്നോട് വിലയ്ക്ക് വാങ്ങുക. 3, കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ എന്നോട് ലേപം വിലയ്ക്ക് വാങ്ങുക. ഇത് ഒരു ചാപ്റ്ററായിട്ട് കിടപ്പുണ്ട്, 6-ാം അധ്യായം. ഞാൻ ആ പുസ്തകത്തിൽ നിന്ന് അടർത്തിയെടുത്ത് ഫോട്ടോ കോപ്പി ആയിട്ട് ഏകദേശം എൻ്റെ ഒരു 10-20 കോപ്പി ഉണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഈ ബ്രോസ്റ്റഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊറിയർ വഴി ഇത് അയച്ചു തരുന്നതായിരിക്കും. സ്വത്രം. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും. യാതൊരു ഫലവുമില്ലാതെ, യാതൊന്നും വാങ്ങാതെ ഫ്രീ ആയിട്ട് അയച്ചു തരും. കൊറിയറിൽ അയക്കാൻ എത്ര കാശ് ചിലവ്, അത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എഴുതുക. ദൈവസഭ നവീകരണം എന്ന പുസ്തകത്തിലെ ചാപ്റ്റർ 6, ദൈവസഭയോടുള്ള ദൈവപുത്രൻ്റെ ബുദ്ധോപദേശം. അതെൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വായിച്ച് പഠിച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും. ഈ സംഭവം ഹൃദയത്തിൽ വീണാൽ, അത് മനസ്സിലായാൽ, അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക. എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പൊ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന്, നിന്നെ എൻ്റെ വായിൽ, അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നേ. സഭയെ, നിന്നെ, ലവോദിക്കക്കാരെ, നിങ്ങളെ എൻ്റെ വായിൽ നിന്ന് ഞാൻ ഉമിണ്ണുകളയും, ഞാൻ തുപ്പിക്കളയും. എഫെസോസ് സഭയുടെ ഒരു കാര്യം കൂടി പറയാനായിട്ട് എനിക്കൊരു ചിന്ത ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. ഞാനതങ്ങ് പറയാം കേട്ടോ. ഇത് ശ്രദ്ധിച്ചോണം. എഫെസോസ് സഭയെക്കുറിച്ച് കർത്താവ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് തെളിയിക്കാനാണ് പറയുന്നത്. നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ നിങ്ങൾ സഹിച്ചുകൂടാത്തതും, അപ്പോസ്തലന്മാരില്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും, നിനക്ക് സഹിഷ്ണുതയുള്ളതും, നീ സഹിക്കുന്നതും, എല്ലാം നീ തളർന്നു പോകാത്തതും എല്ലാം ഞാൻ അറിയുന്നു. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. നീ ഏതെങ്കിലും നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. അപ്പൊ എഫെസോസിൽ പറയുന്ന ദൂതെന്താ? 6-7 കൂട്ടം ഗുണനിലവാരമുള്ള എഫെസോസ് സഭയോട് ദൈവപുത്രൻ പറയുന്നു, ഇത്രയും കാര്യങ്ങൾ നിനക്കുണ്ട്. എന്തൊക്കെ കാര്യം? നിന്റെ പ്രവൃത്തി, നിന്റെ പ്രയത്നം, നിന്റെ സഹിഷ്ണുത, കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്ത നല്ല ക്വാളിറ്റി, കള്ളപ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് പുറത്താക്കുന്ന ഒരു ക്വാളിറ്റി, പിന്നെ സഹിഷ്ണുത, പിന്നെന്താ, തളർന്നു പോകാത്തത്, ഏത് പ്രതികൂലത്തിൽ തളർന്നു പോകാതെ നിൽക്കുന്ന അനുഭവം. ഇത്രയും 6-7 കൂട്ടം ഗുണനിലവാരമുള്ള സഭയോട് ദൈവപുത്രൻ പറയുക, ആദ്യ സ്നേഹം വിട്ടുപോയി. ഈ ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കും. അതാണ് അതിൻ്റെ വ്യവസ്ഥ.
എന്നെ സ്നേഹിക്കുന്നതിനും എൻ്റെ പ്രമാണം അനുസരിക്കും, എന്നെ സ്നേഹിക്കാത്തതിനും എൻ്റെ പ്രമാണം അനുസരിക്കുന്നില്ല. അപ്പം ദൈവസ്നേഹം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ ദൈവകൽപ്പന അനുസരിക്കുന്നതിൽ നിന്ന് വിഘ്നം വരുത്തി, കുറവ് വരുത്തി. പലരും പല കൽപ്പനകൾ അനുസരിക്കുമെങ്കിലും ദൈവസ്നേഹം വിട്ടുകളയും. എനിക്ക് അങ്ങനെ കുറച്ച് പേരെ അറിയാം. വലിയ വീരവാദത്വമൊക്കെ പറയും, വലിയ ഉപദേശങ്ങളൊക്കെ ശക്തിയോടെ പറയും, പക്ഷേ സ്നേഹം അവരിൽ കാണത്തില്ല. എന്താ കാര്യം? കർത്താവിനെ സ്നേഹിക്കുന്നവൻ തന്നെ കൂട്ടുകാരനെ എന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് എഴുതി വെച്ചേക്കുന്നേ. ഒരു യഹൂദനായ ഒരു സഹോദരൻ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, ഗുരു, ദൈവവചനത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏതെന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് എന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടി സ്നേഹിക്കണമെന്നുള്ളതും നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവസ്നേഹത്തിന് വിഘ്നം വരുത്തിയാൽ പോലും എന്തായി? നമ്മുടെ തട്ടിപ്പോയി. ഇതാരും മനസ്സിലാക്കുന്നില്ല. മരം ചാഞ്ഞു വരുന്നവരെ പ്രസംഗിക്കും, അടിച്ചു പൊളിച്ചൊക്കെ പ്രസംഗിക്കും. സ്നേഹത്തിൻ്റെ കണിക ഇല്ലെങ്കിൽ സഹോദരന്മാരെ നമ്മുടെ കാര്യം പോക്കാം. സ്നേഹമാണ് ഏറ്റവും മുൻപിൽ നിൽക്കേണ്ടത്. 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ച് മാത്രം പ്രതിപാദിക്കുക. ഞാനത് പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ആദ്യ സ്നേഹം വിട്ടുപോയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? കർത്താവിനെ സ്നേഹിക്കുന്നവൻ കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കും. കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുകയും കൂട്ടു സഹോദരന്മാരെ സ്നേഹിക്കുകയും ചെയ്യണം. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. ഇതിലൊന്ന് ചെയ്താൽ നമ്മൾ പിടിക്കപ്പെടും. അതാ ഇപ്പോൾ എഫെസോസ് സഭയ്ക്ക് പറ്റിയിരിക്കുന്നത്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? ഏത് കൽപ്പന അനുസരിക്കുന്നതിൽ നീ വിഘ്നം വരുത്തി അതിലേക്ക് നീ മടങ്ങി വാങ്ങുന്ന എഫെസോസ് സഭയോട് പറയുന്നത്. എടാ, ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ ദൂത് പറയാനുള്ള വല്ല സാഹചര്യങ്ങളുണ്ടോ? ഈ എഫെസോസ് സഭയ്ക്കുണ്ടായ 6-7 കൂട്ടം ഗുണം ഇന്ന് ഏതെങ്കിലും ഒരു സഭയ്ക്കുണ്ടോ? പ്രബുദ്ധനായ ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വിളിച്ച് പറയണേ. ഉണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? ദുരുപദേശത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുന്ന സഭകൾക്ക് എന്ത് ഗുണമാ ഉള്ളത്? അഗ്നിക്കിരയാക്കാനുള്ള ഒരു ഗുണമുണ്ട്, അല്ലെ വേറെ എന്താ ഉള്ളത്? ഞാൻ ഇന്നലെ ഈ വിഷയം എൻ്റെ ഹൃദയത്തിൽ കയറിയപ്പോൾ അപ്പോൾ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുക, ഇത് പ്രസംഗിക്കാനുള്ള കഴിവില്ല എനിക്ക്. അതിനുള്ള ശക്തി വേണം, അതിനുള്ള ബലം വേണം, അതിനുള്ള വചനജ്ഞാനം വേണം, അതിനുള്ള ദൈവകൃപ വേണം. ഞാൻ ഇന്നലെ തൊട്ടേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഈ വിഷയം എടുത്ത് പ്രസംഗിക്കുന്നത്. ഈ വിഷയം ഇതുവരെയും ഇങ്ങനെ വായിച്ച് പ്രസംഗിച്ചിട്ടില്ല. കോവിഡ് സമയത്താണ് ഈ പ്രസംഗം തുടങ്ങിയത്. ഇന്നുവരെയും ഈ വിഷയം ഇടയ്ക്കിടയ്ക്കൊക്കെ ഭാഗികമായിട്ട് പറഞ്ഞു പോകുന്നുവെങ്കിലും ഈ വേദഭാഗം വായിച്ചൊരു പ്രസംഗം ഇതുവരെയും ചെയ്തിട്ടില്ല. ഇത് ചെയ്യാനുള്ളൊരു നിയോഗം നമ്മുടെ സഹോദരന്മാർ ഭരണസാന്നിധ്യം പിടിക്കാനായിട്ട് പോയപ്പോഴാണ് എനിക്കിത് പ്രസംഗിക്കാൻ തോന്നിയത്. കാരണം എന്താ? കുരുടന്മാരും ദരിദ്രന്മാരും നഗ്നന്മാരും ഇവർ ഭരണം നടത്തിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. ഇവരിങ്ങനെയുള്ള കോനാമ്പിച്ച് കാണിച്ചില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ചെയ്യുന്നതിലൊന്നും ഒന്നും അതിശയപ്പെടാനില്ല. കാരണം കുരുടനെ വഴികാട്ടിയാൽ എന്താ ചെയ്യുന്നത്? കുരുടനെ വഴികാട്ടിയാൽ എന്ത് സംഭവിക്കും? കാഴ്ചയോടുകൂടി അല്ലല്ലോ മുമ്പോട്ടുള്ള യാത്ര. കുഴി ചെന്ന് വീടുകയല്ലേ ചെയ്യുന്നേ. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നേ. നിങ്ങൾ ലോകക്കാരായിരിക്കാവുന്നതുകൊണ്ട് ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു എന്ന് വചനം പറയുമ്പോൾ ഇവർ ലോകക്കാരെ പോലെ ആകുന്നതിന് എന്തിനാ? ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ലോകക്കാരായിരിക്കാതെ കൊണ്ട് ദൈവം നമ്മെ തിരഞ്ഞെടുത്തതല്ലേ? ഈ ലോകത്തിൻ്റെ അൻപരാകരുതെന്നല്ലേ വചനം? ഹല്ലേലൂയ. ഈ സർവ്വലോകം ദുഷ്ടന്റെ അധീനത്തിലേക്ക് കിടക്കുന്നതെന്നല്ലേ നമ്മൾ കേട്ടത്? ഈ ലോകം പിശാച് ഭരിക്കുകയല്ലേ? പിന്നെ അതിൻ്റെ ഇടയിൽ എന്തിനാ നമുക്ക് ഭരണം? ഭരിക്കുന്നവർ ഭരിക്കട്ടെ. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളാണോ ഈ ലോകത്തിൻ്റെ വക്താക്കളാണോ? ഈ ലോകം സാത്താൻ ഭരിക്കുക. അപ്പം നീയും ഞാനും ഭരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ്റെ പൂണിയിൽ നീ ആയെന്നർത്ഥം. പിന്നെ നിനക്ക് വരുവാനുള്ള ലോകത്തെക്കുറിച്ച് നീ എന്തിനാ പ്രസംഗിക്കുന്നേ? പണ്ടൊരാൾ പ്രസംഗിച്ചു, കർത്താവ് ഇപ്പോൾ വരുമെന്ന്. പരസ്യവത്തി പ്രസംഗിച്ചു, കർത്താവ് നിമിഷം വരുമെന്ന് പറഞ്ഞു. പുള്ളി പോകാൻ നേരത്ത് തൊട്ടപ്പുറത്ത് 10 വർഷം കായ്ക്കുന്ന ഒരു 5 തെങ്ങിൻ്റെ തൈ മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഒരാൾ ചെന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ,
നിങ്ങൾ പറഞ്ഞു കർത്താവ് ഇപ്പോൾ വരും, ഈ തെങ്ങ് 10 വർഷം കഴിഞ്ഞേ കായ്ക്കുള്ളൂ. അപ്പം നിങ്ങൾ പ്രസംഗിച്ചത് ഈ പറഞ്ഞതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? പിടിക്കപ്പെട്ടില്ലേ? അതുപോലെയാണ് നമ്മുടെ കാര്യം. എന്തമായി വിളിച്ച് കൺവെൻഷൻ 102 103 കൺവെൻഷനൊക്കെയാണെന്നാ പറയുന്നേ. ജനറൽ കൺവെൻഷൻ, പ്രസ്ഥാനത്തിന്റെ പേരൊന്നും പറയുന്നില്ല. ഒരു പ്രസ്ഥാനത്തെയും ഒരു പാസ്റ്ററിന്റെയും പേര് പറഞ്ഞ് അവഹേളിക്കാനായിട്ട് നമുക്ക് പാടില്ല. 102 103 കൺവെൻഷൻ നടത്തുക. അതിൻ്റെ ഇടയിലാണ് ഈ പോഷത്വം വിളിച്ച് പറയുന്നത്, ഈ വിടുവായത്തരം പറയുന്നത്. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ വേറൊന്നുമില്ലേ? നിങ്ങൾ ലവോദിക്ക പ്രസംഗിക്കുന്നേ വിശ്വാസികളോടെ. അത് പാസ്റ്റേ, അത് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് പ്രസംഗിച്ചേ പറ്റൂ. അപ്പം നിങ്ങൾ ലോകക്കാരാ, നിങ്ങൾക്ക് ദൈവമായിട്ട് ബന്ധമില്ല. നിങ്ങൾ ആക്ട് ചെയ്യുക. നിങ്ങൾ മത്തായി 23 ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ഇപ്പോൾ വായിക്കും. മത്തായി 23 1-2 വാക്യങ്ങൾ വായിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. മത്തായി 23 ആ ആ ആ ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു. അവർ നിങ്ങളോട് പറയുന്നതൊക്കെ പ്രമാണിച്ച് ചെയ്യുവിൻ. അപ്പം യഹൂദന്മാര് ഒന്നുമില്ലേലും മോശ പഠിപ്പിച്ചത് പറയുകയെങ്കിലും ചെയ്തു. അവരുടെ പ്രവൃത്തിയാണ് പാളിപ്പോയത്. ഇവിടെ പ്രവൃത്തിയും പോയി, പറച്ചിലും പോയി. മനസ്സിലായല്ലോ? മോശയിക പ്രമാണം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, മോശയുടെ സ്ഥാനത്ത് നിൽക്കുന്നു. നിന്നിട്ട് അവരെന്ത് ചെയ്തു? കർത്താവ് അവരോട് കുറിച്ച് പറയും. അവർ പറയുന്നത് കേട്ടോ, സംഭവം പറയുന്നുണ്ട്, അവരുടെ പ്രവൃത്തി നോക്കരുത്. ഇവിടെ നമ്മൾ പ്രവൃത്തിയും പോയി, പറച്ചിലും പോയി. രാഷ്ട്രീയക്കാരെ പോലെ പ്രസംഗിക്കുക. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസംഗത്തിന് കൈയടിക്കുന്ന പെന്തക്കോസുകാർ, പുള്ളിയെ കൊണ്ടു നടക്കുന്നത് ഏറ്റവും വലിയ ദുരുപദേശിയാണ്. പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കേട്ട് മനസ്സിലായി. പൈസയുടെ പുറകെ നടക്കുന്ന ഒരു ദുരുപദേശിയാണ്. പണം 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 മതി. കോടികളാണ് അവരുടെ ലക്ഷ്യം. എന്തിനാണാവോ? സാത്താൻ യേശുവിനോടൊക്കെ പറഞ്ഞ എന്താ? വീടെന്നെ നമസ്കരിച്ചാൽ ഇത് മുഴുവൻ നിനക്ക് തരാം. ഇത് എങ്കൽ പറവേൽപ്പിച്ചിരിക്കുന്നു. നൈജീരിയയിൽ എങ്ങാണ്ടും പോയി തലകുത്തനെ മറിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രം കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ ഗണേഷിൻ്റെ പാത്രമാണോ ഈ കിടക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ ദൈവമേ, തലയിൽ മുടിയൊന്നുമില്ല, സിനിമാ നടനെ പോലെ മുടിയൊക്കെ വെച്ച് കെട്ടി ഒരു സിനിമാ നടൻ്റെ ലുക്കിലാണ് ശുശ്രൂഷ. ഞാൻ അവരോടൊക്കെ പറഞ്ഞു, ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരോട്, നിങ്ങൾ ഈ ഫീൽഡിൽ കിടക്കാതെ വല്ല സീരിയൽ അഭിനയിക്കാനോ സിനിമയിൽ അഭിനയിക്കാനോ പോകാൻ നല്ലത്. നിങ്ങൾ ഈ പാവം പിടിച്ച വിശ്വാസികളെ വലയ്ക്കാതെ ദൈവത്തെ ഓർത്ത് ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ കർത്താവിൽ നിന്ന് പ്രാപിച്ച് ദൈവവചനം അതിൻ്റെ ഭംഗിയായിട്ട്, അടുക്കായിട്ട്, ചിട്ടയായിട്ട് അപ്പോസ്തലന്മാർ സഭയെ പഠിപ്പിച്ചതുപോലെ, റോമാസഭയെ പഠിപ്പിച്ചതുപോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ചതുപോലെ, കൊരിന്ത് സഭയെ പഠിപ്പിച്ചതുപോലെ, തെസ്സലോനിക്ക സഭയെ പഠിപ്പിച്ചതുപോലെ, എഫേസ്യ സഭയെ പഠിപ്പിച്ചതുപോലെ, ഗലാത്യ സഭയെ പഠിപ്പിച്ചതുപോലെ, ആ സഭകളെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കേ. ഇല്ലെങ്കിൽ കളം വിട്ടും പൊക്കോ എവിടെയെങ്കിലും. ഇല്ലെങ്കിൽ കൊടിയ ശിക്ഷയാണ് വിളിച്ചു വരുത്തുന്നത്. ആനവച്ചൻ പറഞ്ഞു, ഈ ഇടയ്ക്ക് ഒരു ആ സൗരം പറഞ്ഞു കേട്ട, പട്ടാളത്തിൽ പോകേണ്ടവൻ പട്ടാളത്തിൽ പോകത്തില്ല, അവൻ തൂച്ചേട്ട് വേലയ്ക്ക് ഇറങ്ങും. തൂച്ചേച്ച വേല ചെയ്യേണ്ടവൻ പട്ടാളത്തിൽ പോകും. പറഞ്ഞത് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല എങ്കിലും, കാരണം സുവിശേഷ വേല ചെയ്യേണ്ടത് പട്ടാളത്തിൽ പോകുന്നവനും കോടതി പോകുന്നവനൊന്നുമല്ല. സുവിശേഷ വേല ചെയ്യേണ്ട ആരെന്ന് ചോദിച്ചാൽ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരുന്നു. കർത്താവ് നിയമിച്ചവരുണ്ട്. അവർ കർത്താവിൻ്റെ വചനം പ്രസംഗിച്ച് ജനത്തെ കേൾപ്പിച്ച് നടത്തിക്കൊണ്ടിരിക്കും. അല്ലാത്തവരൊക്കെ വല്ലതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ദേവദാസൻ പറഞ്ഞ പോലെ ഒരു വാക്യം വായിച്ചിട്ട് വല്ലതുമൊക്കെ പറയുക, എന്നിട്ട് സ്വോത്രാഴ്ചയും ദശാംശം മേടിച്ചുകൊണ്ട് പോവുക. ഒരു വാക്യം വായിച്ചാൽ, ഒരു വിഷയം പ്രസംഗിച്ചാൽ, ആ വിഷയത്തിൻ്റെ വിഷയ വിഭജനം നടത്തണം. എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? എന്താണ് പരിശുദ്ധാത്മാവ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? അപ്പോസ്തലന്മാരും കർത്താവും പഠിപ്പിച്ച ഉപദേശം സഭയെ പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അതിൻ്റെ പിന്നിൽ നമുക്ക് തരുന്ന ഉപദേശം എന്താണ്? അത് നമ്മൾ ഗ്രഹിക്കണം. അതിനെ ഈ പഠിപ്പിക്കുന്നവർ അത് പ്രസംഗിക്കണം അതിൻ്റെ ഉള്ള അവസ്ഥയിൽ.
മത്തായി 5 ന്യായപ്രമാണം പഠിപ്പിക്കുവാൻ മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് വിളിച്ചത് എന്താണ്? 13 വാക്യം വായിച്ചാട്ടെ. 23:13. മത്തായി 23:13. അവരെ എന്ത് ഓമനപ്പേര് ചൊല്ലിയാ വിളിച്ചേ? മത്തായി 23:13. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം. ന്യായപ്രമാണം പഠിപ്പിക്കേണ്ട ശാസ്ത്രിമാരും പരീശന്മാരും, ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാരെ. ഇന്നത്തെ പാസ്റ്റർമാരോടും അങ്ങനെ തന്നെ പറയണം, ഹിപ്പോക്രൈറ്റ്സ്, പാസ്റ്റർമാരെ, കപടഭക്തിക്കാരെ, വേഷത്തിൽ ഭക്തി കാണിക്കുന്നവരെ, വെള്ളയിട്ട് ആൾക്കാരുടെ മുമ്പിൽ കിടന്ന് ഷൈൻ ചെയ്യുക. ബൈബിൾ കോളേജിൽ പോയി പഠിച്ച് PhD-യും BTH-ഉം MTH-ഉം മാസ്റ്റർ ബിരുദങ്ങൾ എടുത്ത് പിന്നെ പ്രസംഗിക്കുക കിടന്ന്. എന്തായി പ്രസംഗിക്കുന്നേ? നിങ്ങൾ ദൈവവചനമാണോ പ്രസംഗിക്കുന്നത്? നീ ക്രിസ്തുവിന്റെ ഉപദേശമാണോ പഠിപ്പിക്കുന്നത്? നിങ്ങൾ പത്യോപദേശമാണോ പഠിപ്പിക്കുന്നത്? അല്ലല്ലോ. പിന്നെന്താ ഈ പ്രസംഗം? വായിച്ച് ഇങ്ങോട്ട് വരുമ്പോ ആ 13 വാക്യം ഒന്ന് മുഴുവൻ വായിച്ചാട്ടെ. 13 വാക്യം, മത്തായി 23:13. ആയില്ലോരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. കപടഭക്തിക്കാരും ശാസ്ത്രിമാരുമായ നിങ്ങൾക്ക് കഷ്ടം. വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപണെ പ്രാർത്ഥിക്കുകയും. 16 വാക്യം. എൻ്റെ കുരുടന്മാരായവരെ എന്ന് തുടങ്ങുന്ന മാത്രം വായിച്ചാൽ മതി. കുരുടന്മാരായ വഴികാട്ടികളെ, നിങ്ങൾക്ക് കഷ്ടം. മൂഢന്മാരും കുരുടന്മാരുമായുള്ളവരെ. ഇതെല്ലാം വായിക്കാൻ നമ്മുടെ സമയമില്ല. ഇനി 21 വായിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിലെ ഘനമേറിയവയെ ത്യജിച്ച് കളയുകയും ചെയ്യുന്നു. ന്യായം, കരുണ, വിശ്വസ്തത എന്നിവയെ ത്യജിച്ച് കളഞ്ഞിട്ട് ദശാംശവും സ്വോത്രകാഴ്ചയും വാരി കോരി കൊടുക്കുക. ഒരു ഗുണവുമില്ല. അവരെക്കുറിച്ച് കർത്താവ് പറയുന്ന ഭാഗങ്ങളൊക്കെ വായിക്കണം. ഹല്ലേലൂയ. കപടഭക്തിക്കാരും ശാസ്ത്രിമാരുമായ പരീശന്മാരുമായുള്ളവരെ, 25 വാക്യം. നിങ്ങൾക്ക് കഷ്ടം. നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകമയോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. അകം വെടിപ്പാക്കുക. വായിച്ചു പഠിച്ചോ? നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു പഠിച്ചോ? 23 അധ്യായം വായിച്ചു പഠിച്ചോ? ഇന്നത്തെ പെന്തക്കോസ്തുകാരും ശാസ്ത്രിമാരും പരീശന്മാരും ഒരേ ത്രാസിലിട്ട് തൂക്കുകയാണ്. നമ്മൾ ഒരേ ത്രാസിൽ കിടക്കുക. ഇന്നത്തെ പെന്തക്കോസ് ലീഡർമാരും ഈ ശാസ്ത്രിമാരും പരീശന്മാരും ഒരു ത്രാസിൽ കിടക്കുക. ഇന്ന് രാവിലെ ഒരു സഹോദരൻ പറഞ്ഞു, പെന്തക്കോസ് സമൂഹം ജീർണിച്ചു പോയി, നശിച്ചു കിടക്കുക എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഞാനും പറയുന്നേ. ഹല്ലേലൂയ.